കേരളം മറ്റൊരു നിയമസഭാ യുദ്ധത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തെക്കൻ കേരളത്തിലെ ആ 39 സീറ്റുകളെ കുറിച്ചാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മുന്നേറ്റം കണ്ട് കോൺഗ്രസ് ക്യാമ്പ് ആകെ മൊത്തത്തിൽ ആവേശത്തിലാണ്. ഇത്തവണ ഭരണം ഉറപ്പാണെന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിന്റെ തണുപ്പുള്ള തറയിൽ നിന്ന് ആലോചിക്കുമ്പോൾ UDF നേതൃത്വത്തിന്റെ നെഞ്ചെടുപ്പ് കൂടുകയല്ലാതെ കുറയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഭരണത്തിന്റെ പടവുകൾ കയറണമെങ്കിൽ വെറും ആത്മവിശ്വാസം മാത്രം പോരാ, കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ വേണമെന്ന ബോധ്യം അവർക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ ആ ബോധ്യം പ്രവൃത്തിയിൽ കാണുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 4 ജില്ലകളിലായി പരന്നു കിടക്കുന്ന 39 നിയമസഭാ സീറ്റുകൾ. കഴിഞ്ഞ തവണ UDFനെ ഈ ജില്ലകൾ അക്ഷരാർത്ഥത്തിൽ കൈവിട്ടുവെന്ന് പറയുന്നതാകും ഏറ്റവും ശരി. വെറും 4 സീറ്റുകൾ മാത്രമാണ് അവർക്ക് നേടാനായത്. അതിലൊന്ന് രമേശ് ചെന്നിത്തല, പിന്നെയുള്ളത് CR മഹേഷ്, PC വിശ്വനാഥ്, M വിൻസെന്റ് എന്നിവർ മാത്രമാണ് ആ കടമ്പ കടന്നു വന്നത്. പത്തനംതിട്ടയിലാകട്ടെ UDF വട്ടപൂജ്യമായിരുന്നു എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ. കാരണം അതായിരുന്നു അവിടുത്തെ ഫലവും. സെക്രട്ടേറിയറ്റിന്റെ പടികൾ കയറണമെങ്കിൽ ഈ 4 സീറ്റുകൾ ചുരുങ്ങിയത് 15ഓ 20ഓ ആക്കി ഉയർത്തുകയും വേണം. കോട്ടയത്തും എറണാകുളത്തും UDFന് സർവാധിപത്യം കിട്ടിയേക്കാം, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ തെക്കൻ കേരളത്തിലെ ഈ 39 സീറ്റുകൾ എന്ത് സംഭവിക്കും എന്നതിലാണ് കേരളത്തിന്റെ ഭാവി തന്നെ ഇരിക്കുന്നത്. ഈ 39ന്റെ പകുതിയെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ളത് UDF സംവിധാനത്തെ സംബന്ധിച്ചോളം ആ ഭഗീരഥ പ്രയത്നം കൂടിയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 4 ജില്ലകളായി പരന്നു കിടക്കുന്ന 39 നിയമസഭാ സീറ്റുകൾ. ഇത് കഴിഞ്ഞ തവണ UDFനെ ഈ ജില്ലകളെല്ലാം അക്ഷരാർത്ഥത്തിൽ കൈവിടുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ ചർച്ചകളെല്ലാം ഉണ്ടാക്കുന്നത്. അത്തരത്തിലൊരു ചർച്ച വരുമ്പോഴാണ് ഈ 39 സീറ്റുകൾ എങ്ങനെയായിരിക്കും ഇവർ പിടിക്കുക എന്നുള്ളതും ഉണ്ടാകുന്നത്. ഇവിടെയാണ് കേരളത്തിലെ മാധ്യമ ചർച്ചകളെല്ലാം പ്രസക്തമാകുന്നത്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV പോലുള്ള ചർച്ചകൾ, ഈ ചാനലുകൾ നടത്തുന്ന ചർച്ചകൾ ഈ സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും നമ്മൾ ഗൗരവമായി കാണുകയും വേണം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിടുന്ന ചാനലായി റിപ്പോർട്ടർ TV മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് മരമുറി കേസും ഉടമകൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണങ്ങളും മാതൃഭൂമിയും ഏഷ്യാനെറ്റും 24 ന്യൂസും ആഘോഷിക്കുമ്പോൾ മറുവശത്ത് UDF നേതാക്കൾ റിപ്പോർട്ടർ ചാനലിനെ ശത്രുപക്ഷത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത റിപ്പോർട്ടർ TVയോട് തന്നെ അദ്ദേഹം പൊട്ടിത്തെറിച്ചത് നമ്മൾ കണ്ടതാണ്. നിങ്ങളുടെ റഡാറിലുണ്ട്, അതായത് നിങ്ങൾ ഞങ്ങളുടെ റഡാറിലുണ്ട്. UDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാം അന്വേഷിക്കുമെന്ന അടൂർ പ്രകാശിന്റെ വാക്കുകൾ വെറുമൊരു ദേഷ്യമല്ല, മറിച്ച് കോൺഗ്രസ് ക്യാമ്പിന് റിപ്പോർട്ടർ TVയോടുള്ള തീർത്താൽ തീരാത്ത പകയുടെ വെളിപ്പെടുത്തൽ കൂടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ചാനൽ ഇടതുപക്ഷത്തിന്റെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലായാലും സ്വർണ്ണക്കടത്ത് കേസിലായാലും റിപ്പോർട്ടർ സ്വീകരിച്ച നിലപാടുകൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു, അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അത് നമ്മൾ കണ്ടതുമാണ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും പോലും റിപ്പോർട്ടർ ചാനൽ അവിടെ CPMന് അനുകൂലമായ വാർത്തകൾ കൊടുത്തുവന്നു. കോൺഗ്രസിനെതിരെ പുറത്തുനിന്നുള്ള ചർച്ചകൾ തന്നെ അന്നേ സജീവമായിരുന്നു. സ്വർണ്ണക്കടത്തിൽ സോണിയാഗാന്ധിക്ക് പോലും പങ്കുണ്ടെന്ന രീതിയിലുള്ള ചർച്ചകൾ കൊണ്ടുവന്ന ആന്റോ അഗസ്റ്റിന്റെ തന്ത്രം UDFനെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയെ പോലും തങ്ങൾക്ക് അനുകൂലമായി മാർക്കറ്റ് ചെയ്യാനാണ് റിപ്പോർട്ടർ TV ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും BJP അധ്യക്ഷനും ഒരേപോലെ തങ്ങളെ ശകാരിക്കുന്നെന്ന് കാണിക്കുന്നതിലൂടെ തങ്ങൾ നിഷ്പക്ഷരാണെന്നവർ വരുത്തി തീർക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റും മറുനാടൻ മലയാളിയും പറ്റി വിജയിച്ച അതേ നെഗറ്റീവ് മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവിടെയും അരങ്ങേറുന്നത്. ബാർബർ ഷോപ്പുകളിലും ഹോട്ടലുകളിലുമൊക്കെ പണ്ട് 24 ന്യൂസ് വെച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ടർ TV എത്തുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. വാർത്തകളെ ഒരു എന്റർടൈൻമെന്റ് ശൈലിയിൽ ചടുലമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് അവതരിപ്പിക്കുന്ന അവരുടെ രീതി യുവതലമുറയെ ആകർഷിച്ചിട്ടുമുണ്ട്. തിരികെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥി എണ്ണമാണ് UDFന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ തവണ 5-ൽ 5ഉം LDF കൊണ്ടുപോവുകയും ചെയ്തു. പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലം തന്നെ നോക്കുക, അവിടെ വീണ ജോർജ് വീണ്ടും വരാനാണ് സാധ്യതകളെല്ലാം. അവരെ നേരിടാൻ UDF ആരെ ഇറക്കുമെന്നുള്ളതാണ് ഇവിടെ ചോദ്യമായി ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കിയുടെ പേരും ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടന്റെ പേരും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ നോക്കിയാൽ വിജയ് ഇന്ദുചൂടൻ അവിടെ അനുയോജ്യനാണെന്നാണ് പലരും പറയുമ്പോഴും ഗ്രൂപ്പ് താല്പര്യങ്ങൾ മുൻനിർത്തി അബിൻ വർക്കിയെ അവിടെ കെട്ടിയിറക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. അബിൻ പത്തനംതിട്ടക്കാരൻ പോലുമല്ല എന്നുള്ളതാണ് പ്രാദേശിക പ്രവർത്തകരുടെ പ്രധാന പരാതി. ഇത്തരം പരീക്ഷണങ്ങൾ UDFന് മുമ്പും തിരിച്ചടിയായിട്ടുണ്ട്. സ്വന്തം നേതാക്കളുടെ അടുത്ത ആളുകൾ സീറ്റ് കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ അടുത്ത ആളുകൾക്കെല്ലാം സീറ്റ് വച്ച് നീട്ടുന്ന രീതി ഇത്തവണയും തുടർന്നാൽ തെക്കൻ കേരളത്തിൽ UDF തലകുത്തി വീഴുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇടതുപക്ഷം തങ്ങളുടെ സിറ്റിംഗ് MLA മാരെ മാറ്റാൻ തയ്യാറല്ല എന്നുള്ളതും UDFന് വലിയ വെല്ലുവിളി കൂടിയാണ് നൽകുന്നത്. 2 ടൈം മാനദണ്ഡമൊക്കെ കാറ്റിൽ പറത്തി ജനങ്ങൾക്കിടയിൽ സജീവമായി നിൽക്കുന്ന ഭരണ സംവിധാനത്തെ കൈപ്പിടിയിൽ ഒതുക്കിയ MLA മാരെ വീണ്ടും ഇറക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചാൽ അതിനെ മറികടക്കാൻ UDFന് അമാനുഷികമായ ശക്തി തന്നെ വേണ്ടുകയും ചെയ്യും. അവിടെയാണ് UDF നേതാക്കളുടെ സെൽഫ് പ്രൊമോഷൻ വിനയാകുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് തങ്ങൾ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്ന നേതാക്കൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്ന് വേണം ഇവിടെ പറയാം.
പിണറായി വിജയൻ അഴിമതിക്കാരനാണ് 1000 വട്ടം പറഞ്ഞുകൊണ്ട് മാത്രം വോട്ട് കിട്ടില്ല എന്ന് 2021 തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 19-1 എന്ന വിജയം കണ്ട് നിയമസഭയിലും ജയിക്കാമെന്ന് മോഹിച്ചവർക്ക് തെറ്റിയത് അവിടെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാര്യമെടുത്താൽ CPM-ന്റെയും CPI-യുടെയും MLA-മാർ മണ്ഡലങ്ങളിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നൽകിയിട്ടുമുണ്ട്. വട്ടിയൂർക്കാവിലെ പ്രശാന്ത് ആയാലും കഴക്കൂട്ടത്തെ കടകംപള്ളി സുരേന്ദ്രനായാലും അവരെയൊക്കെ പരാജയപ്പെടുത്തുക എന്നുള്ളത് UDF-ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യം ഏതാണ്ട് തുലാസിലാണെന്ന് കൂടി പറയേണ്ടി വരും. ഇപ്പോഴത്തെ സ്ത്രീ വിഷയമടക്കമുള്ളവ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് ശക്തമായി നിലനിൽക്കുമ്പോൾ അവിടെ കടകംപള്ളി സുരേന്ദ്രനെ പാർട്ടി തന്നെ മാറ്റാനും സാധ്യതകൾ ഏറെയാണ്. വിൻസെൻ്റ് ഒരു കടുത്ത മത്സരം തന്നെ അവിടെ നേരിടുന്ന സാഹചര്യമുണ്ട്. അതായത് കോവളത്ത് സിറ്റിംഗ് സീറ്റായ കോവളത്ത് തന്നെ വിൻസെൻ്റിനെതിരെ കടുത്ത മത്സരങ്ങൾ നേരിടുകയാണ്. പാർട്ടിയിലെ തന്നെ ചില വിഭാഗങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്ന ആക്ഷേപവും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. കൊല്ലത്തും ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തവുമല്ല. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തവണ 10-ൽ 10 LDF കൊണ്ടുപോയ ചരിത്രം മറന്നു പോകരുത്. അവിടെ മുകേഷിനെതിരെയും മറ്റും വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് UDF കരുതുമ്പോഴും സ്ഥാനാർത്ഥി എണ്ണത്തിൽ അവർ ഇപ്പോഴും ഇരട്ടിൽ തപ്പുന്ന സാഹചര്യമാണുള്ളത്. മാധ്യമങ്ങളുടെ കാര്യം വീണ്ടും പറയുകയാണെങ്കിൽ റിപ്പോർട്ടർ TV ഇന്നൊരു അജണ്ട സെറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളർന്നിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും. അവർ ചെയ്യുന്ന വാർത്തകളുടെ ശരിതെറ്റുകൾക്കപ്പുറം അത് അവതരിപ്പിക്കുന്ന ശൈലി സാധാരണക്കാരെ ആകർഷിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാർത്തയെ ഒരു പെർഫോമൻസ് ആക്കി മാറ്റുന്നതിലൂടെ അവർ റേറ്റിംഗ് മുന്നേറുന്നു. അതുപോലെ തന്നെ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നുമുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ റിപ്പോർട്ടർ TVയെ പൂട്ടിക്കുമെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മരമുറ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആൻഡോ അഗസ്റ്റിനെ കൊടുക്കാൻ UDF കരുക്കൾ നീക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇത്തരം ഭീഷണികളെ റിപ്പോർട്ടർ TV അവരുടെ ചാനൽ പ്രൊമോഷനായി ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എതിർ ശബ്ദങ്ങൾ എത്ര കനത്താലും തുടരും വാർത്താ പോരാട്ടം എന്ന പരസ്യം അവർ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പകപോക്കലുള്ള മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. UDF-ന് തെക്കൻ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥി ഇനത്തിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന യുവ നേതാക്കൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് മറ്റൊന്ന്. 2, ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ വെറും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രം പോരാ, താഴെ തട്ടിലുള്ള സംഘടന സംവിധാനം ശക്തമാക്കണം. 3-ാമത്തെ കാര്യം, മാധ്യമങ്ങളോട് പൊരുന്നതിന് പകരം അവരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടർ TV പോലുള്ള ചാനലുകൾ ചെയ്യുന്ന നെഗറ്റീവ് ക്യാമ്പയിനുകളെ വസ്തുതകൾ കൊണ്ട് നേരിടാൻ UDF-ന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സത്യവും. നേതാക്കളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പാർട്ടിയുടെ വിജയത്തെക്കാൾ വലുതാകുമ്പോൾ തിരിച്ചടി ഉറപ്പാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തെക്കൻ കേരളം ആരുടെ കൂടെ നിൽക്കുന്നുവോ അവർ ഭരിക്കുമെന്നുള്ളത്. കഴിഞ്ഞ 2 തവണയും തെക്കൻ കേരളം ചുവപ്പിനോടൊപ്പം അല്ലെങ്കിൽ ചുവപ്പിനോടൊപ്പമാണ് ചേർന്നത്. ചുവപ്പിനെ ചേർത്ത് നിർത്തിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് നാം കണ്ടതുമാണ്. അത് മാറ്റണമെങ്കിൽ കോൺഗ്രസ് തലകുത്തി നിന്ന് പണിയെടുക്കേണ്ടി വരും. ഗ്രൂപ്പ് മാനേജർമാരുടെ ലിസ്റ്റിൽ നിന്നും സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന രീതി തുടർന്നാൽ 39-ൽ 4 എന്ന സംഖ്യ 2-1 ആയി ചുരുങ്ങാനും സാധ്യതകളുണ്ട്. ഇടതുപക്ഷം തങ്ങളുടെ സംഘടനാ കരുത്തും സിറ്റിംഗ് MLA-മാരുടെ പ്രതിച്ഛായ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓരോ മണ്ഡലവും കോട്ട പോലെ കാക്കുമ്പോൾ ആ കോട്ട തകർക്കാൻ UDF-ന് പുതിയൊരു ആയുധം തന്നെ വേണ്ടി വരികയും ചെയ്യും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്ന കാലതാമസം പോലും UDF-ന് വിനയാകുന്നുമുണ്ട്. LDF സ്ഥാനാർത്ഥികൾ മണ്ഡലം 3 വട്ടം ചുറ്റി വരുമ്പോഴായിരിക്കും UDF വളയത്തിൽ ഗ്രൂപ്പ് വഴക്ക് പോലെ തീരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. റിപ്പോർട്ടർ TVയുടെ കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ അവർക്കെതിരെ ഉണ്ടാകുന്ന കടന്നാക്രമണങ്ങൾ അവരെ കൂടുതൽ കരുത്തുറ്റവരാക്കുകയാണോ ചെയ്യുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സകലരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും റേറ്റിംഗിൽ താഴേക്ക് പോകാതെ അവർ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ടറോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞതും VD സതീശൻ അവരെ മാറ്റി നിർത്തിയതും എല്ലാം റിപ്പോർട്ടർ ആഘോഷമാക്കി മാറ്റുന്നത് നാം കണ്ടതാണ്. ഇതിലൂടെ തങ്ങൾ ആരുടെയും പക്ഷത്തല്ല എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ റിപ്പോർട്ടർ TVയുടെ അവസ്ഥ എന്താകുമെന്നാണ് അത് കാലം തെളിയിക്കുകയും ചെയ്യും. പക്ഷേ അതിനു മുമ്പ് UDF ഭരണത്തിലേറുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തെക്കൻ കേരളത്തിലെ ജനങ്ങളുടെ കയ്യിലാണെന്ന് കൂടി മനസ്സിലാക്കണം. പത്തനംതിട്ടയിലെ 5 സീറ്റുകൾ, കൊല്ലത്തെ 10 സീറ്റുകൾ, ആലപ്പുഴയിലെ 9 സീറ്റുകൾ, തിരുവനന്തപുരത്തെ 14 സീറ്റുകൾ, അങ്ങനെ ഈ 39 ഇടങ്ങളിൽ UDF ഒരു ചടുലമായ നീക്കം നടത്തിയില്ലെങ്കിൽ കേരളം വീണ്ടും LDF-ന്റെ കീഴിലായിരിക്കുമെന്ന് മറന്നു പോകരുത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ലൈക്കിനും ഷെയറിനും പിന്നാലെ പോകാതെ ഓരോ വീടുകളിലും എത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം UDF-ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം എന്നത് വെറുമൊരു മരീചികയല്ല, അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ വികാരത്തെ വോട്ടാക്കി മാറ്റാനുള്ള മെക്കാനിസം UDF-നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ചുരുക്കത്തിൽ UDF-ന് മുന്നിലുള്ളത് വലിയൊരു കടമ്പയാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ മാധ്യമങ്ങളെ നേരിടുന്നത് വരെ അവർ നൽകുന്ന ജാഗ്രത അത്രത്തോളം വേണ്ടതുണ്ട്. സെൽഫ് പ്രൊമോഷനുകളുടെയും സോഷ്യൽ മീഡിയ ഹൈപ്പിൻ്റെ ലോകത്ത് നിന്ന് മാറി നിന്ന് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ UDF നേതൃത്വം ഇനിയെങ്കിലും തയ്യാറാകണം. അല്ലാത്ത പക്ഷം
തെക്കൻ കേരളം വീണ്ടും അവരെ നിരാശപ്പെടുത്തുകയും ചെയ്യും. റിപ്പോർട്ടർ TV പൂമാലയാക്കുന്ന ചീത്തവിളികൾ നാളെ UDF മേൽ പൂമാലകളായി മാറുമോ അതോ കല്ലുകളായി വീഴുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ചാനലുകൾ തമ്മിലുള്ള കുടിപ്പകയും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പോരും കേരള രാഷ്ട്രത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് കൂടി ഇവിടെ നാം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ UDF അവരുടെ റഡാറിൽപ്പെടുത്തിയവരിൽ നാളെ അവരെ തന്നെ വേട്ടയാടുമോ എന്നുള്ളതും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം തന്നെ നൽകുകയും ചെയ്യും. എന്തായാലും ഈ 39 സീറ്റ് കോൺഗ്രസ് കരുതിയിരിക്കുന്നത് നല്ലതാണ്. കാരണം ആ 39 സീറ്റാണ് തീരുമാനിക്കുക കേരളം ആരാണ് ഭരിക്കുക എന്നുള്ളത്. ഇനിയെങ്കിലും അത് UDF മനസ്സിലാക്കുകയും കൃത്യമായി ഗ്രൂപ്പ് പോരുകളെല്ലാം മാറ്റിവെച്ച് ഗ്രൂപ്പ് സമാഖ്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഒന്നായി നിന്നില്ലെങ്കിൽ, ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ വീണ്ടും LDF അധികാരത്തിൽ വരുമെന്നാണ് ഒരു വിഭാഗം പറഞ്ഞു വെക്കുന്നത്. ഇനി അതല്ല, കൃത്യമായി UDF ഗ്രൂപ്പ് സമാഖ്യങ്ങളെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തൊഴുത്തിൽ കുത്തും ചരട് ബലിയും പാലം ബലിയെല്ലാം നിർത്തി അവസാനിപ്പിച്ച് ഒറ്റക്കെട്ട ടീം UDF ആയി മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത് കേരളം ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആയിരിക്കുമെന്നതിൽ യാതൊരു മാറ്റവുമില്ല.